ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. റേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലല്ലേ, അല്ലെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു നോമൻക്ലേച്ചർ, ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന ചാപ്റ്ററിലെ. അപ്പം അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ക്ലാസിഫിക്കേഷൻ. അപ്പം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ക്ലാസിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ ഇനിയുള്ള ഓർഗാനിക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പൊ 3 രീതിയിലാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഹാലോ ആൽക്കൈൽസ്. ഓക്കെ, ഇപ്പൊ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താം, അവർക്ക് എങ്ങനെ കൃത്യമായിട്ട് നെയിം ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി, ടെർഷറി. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഈ പ്രൈമറി ആണോ ആൻസർ ആയിട്ട് വരുന്നത്, സെക്കൻഡറി ആണോ ആൻസർ ആയിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ. നമ്മുടെ കാർബൺ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പിലേക്ക് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ വന്ന് അല്ലെ അറ്റാച്ച് ചെയ്യും. ഈ എക്സ് എന്ന് പറയുന്ന ആൾ നമുക്കറിയാം ആരുടെ ജനറൽ റെപ്രസെന്റേഷൻ ആണ്, നമ്മുടെ ഹാലോജൻസ് ആണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആരുമാകും അല്ലെ. അപ്പൊ ഇതേപോലെ ഈ എക്സ് എന്ന് പറയുന്ന ആൾ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ നമ്മൾ ആൽഫ കാർബൺ എന്ന് നെയിം ചെയ്യും. എന്താണ് ആൽഫ കാർബൺ. അതേപോലെ ഈ ആൽഫ കാർബണുമായിട്ട് ഡയറക്ട്ലി ബോണ്ടിങ്ങിൽ വരുന്ന കാർബണിനെ നമ്മൾ ബീറ്റ കാർബൺ എന്നാണ് നെയിം ചെയ്യുക. ബീറ്റ കാർബൺ. ഓക്കെ, മനസ്സിലായില്ല? നോക്കി, ഈ എക്സ് എന്ന് പറയുന്ന ആൾ ഞാൻ പറഞ്ഞു, അത് ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആവാം. ഇവൻ ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്ന ആൽക്കഹോൾസ് ആവാം, ആൽഡിഹൈഡ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ അമീൻസ് ആവാം, അപ്പോൾ കാർബോസിലിക് ആസിഡ്സ് ആവാം. ഇത് ഏത് ഗ്രൂപ്പ് ആണോ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്, അയാൾ ഡയറക്റ്റ് ബോണ്ടിങ്ങിലുള്ള കാർബണിനെ ആൽഫ കാർബൺ എന്നും, ആ കാർബൺ ഡയറക്ട്ലി ബോണ്ടിങ്ങിൽ വരുന്ന നെക്സ്റ്റ് കാർബൺ, തൊട്ടടുത്ത കാർബൺ ഏതാണോ അതിന് നമ്മൾ ബീറ്റ കാർബൺ എന്നാണ് നെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ എന്ന് പറഞ്ഞു അല്ലേ. ഈ ആൽഫ കാർബണുമായിട്ട് ഡയറക്ട്ലി ബോണ്ടിങ് വരുന്ന എത്ര ബീറ്റ കാർബൺ ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്നുള്ള ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. ഇപ്പൊ ഇവിടെ ഒറ്റ ബീറ്റ കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സെക്കൻഡറി. നോക്കിയേ, ഒരു എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്ന് നിൽക്കുന്നു, അതുമായിട്ട് ഡയറക്ട്ലി ബോണ്ടിങ്ങിനുള്ള ഒരു ആൽഫ കാർബൺ ഇവിടെ ഉണ്ട്. ദെൻ എത്ര ബീറ്റ കാർബൺ ഉണ്ടെന്ന് നോക്കിക്കൊള്ളുക. 1 ബീറ്റ 1 ബീറ്റ 2. ഓക്കെ, ഈ കാർബണുമായിട്ട് ഡയറക്ട്ലി ബോണ്ടിങ്ങിലുള്ള ഈ കാർബണിനെ ബീറ്റ 1 എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഡയറക്ട്ലി ബോണ്ടിങ്ങിലുള്ള ഈ സെക്കൻഡ് കാർബണിനെ ബീറ്റ 2. ഓക്കെ, അപ്പോൾ ആൽഫ കാർബണുമായിട്ട് 2 ബീറ്റ കാർബൺസ് വന്ന് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമുക്കിതിനെ സെക്കൻഡറി ആൽക്കോഹാലൈഡ് എന്ന് വിളിക്കാം. ഇതേപോലെ തന്നെ ടെർഷറി വരുമ്പോഴും ഇതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മുടെ ആൽഫ കാർബൺ, ഇത് നമ്മുടെ ബീറ്റ 1, ഇത് നമ്മുടെ ബീറ്റ 2, ഇത് നമ്മുടെ ബീറ്റ 3. ഓക്കെ, അങ്ങനെ 3 ബീറ്റ കാർബണുകൾ വരുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് ടെർഷറി ഹാലോ ആൽക്കൈൻ എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എക്സ് എന്ന് പറയുന്നത് ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയാലും ഈ ഒരു ഐഡന്റിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററിലും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ആൽഫ കാർബണിനെ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അതുമായിട്ട് ഡയറക്ട്ലി ബോണ്ടിങ് വരുന്ന എത്ര ബീറ്റ കാർബൺസ്. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഞാനിതാ ഒരു കോമ്പൗണ്ട് എഴുതുന്നുണ്ട്. CH3 CH2 Br. ഓക്കെ, ഇപ്പം 2 കാർബൺ ആറ്റംസ് ഉള്ളിടത്തേക്ക് ഒരു ബ്രോമിൻ അല്ലെ നമ്മുടെ ഹാലോജൻ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കിതാ ഫസ്റ്റ് കാർബൺ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡയറക്ട്ലി ബോണ്ടിങ്ങിലുള്ള ഈ ഫസ്റ്റ് കാർബണിനെ നമുക്ക് ആൽഫ എന്ന് നെയിം ചെയ്യാം. ആൻഡ് സെക്കൻഡ് കാർബൺ എന്തായിരിക്കും, ആൽഫയുമായിട്ട് ബോണ്ടിങ്ങിൽ വരുന്നതുകൊണ്ട് ഇതെന്താണ് ബീറ്റ കാർബൺ ആണ്. ഓക്കെ, സോ ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഈ പ്രൈമറി എന്താണ് ഹാലോ ആൽക്കൈൻ ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ CH3 CH2 CH ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് ഏത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നോക്കി നോക്കൂ. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൽഫ ഏത് ബീറ്റ ഏതെന്നുള്ള ഐഡന്റിഫിക്കേഷൻ
നടത്താൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ, അത് കഴിഞ്ഞിട്ട് താഴെ തൊട്ട് താഴെ ഒരു ബീറ്റ 1 ഉണ്ട്. അതേപോലെ ആൽഫയുമായിട്ട് ഡയറക്റ്റ് ബോണ്ടിങ്ങിലുള്ള ഒരു ബീറ്റ 2 ഉണ്ട് അല്ലെ. അപ്പൊ ഇതേതാണ്? ഇത് നമ്മുടെ സെക്കൻഡറി ഹാലോ ആൽക്കൈൻ ആണ് അല്ലെ. സിംപിളി നമുക്കിത് മനസ്സിലാക്കാം, വളരെ വളരെ എളുപ്പമാണ്. പലരും അത് ആൽഫയും ബീറ്റയുടെ ഐഡന്റിഫിക്കേഷൻ കൃത്യമാകാത്തത് കൊണ്ടാണ് ഇത് തെറ്റിപ്പോകുന്നത്. അല്ലാത്ത പക്ഷേ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരു കോമ്പൗണ്ടും കൂടെ ചെയ്ത് നോക്കാം നമുക്ക്. CH3 C CH3 CH3 Br. ഓക്കെ, ഈ കാർബണിന് ചുറ്റും 3 CH3 ഗ്രൂപ്പും ഉണ്ട്, ഒരു ബ്രോമിനും വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏത് പ്രൈമറി ആയിരിക്കോ സെക്കൻഡറി ആയിരിക്കോ ടെർഷ്യറി ആയിരിക്കോ എന്ന് നോക്കാം. നിങ്ങൾ അതിനെ ഒന്ന് പറയാൻ നോക്കുക കേട്ടോ. തനിയെ ബുക്കിൽ എഴുതിയൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും. ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആൽഫ ബീറ്റ 1 ബീറ്റ 2 ബീറ്റ 3 അല്ലേ. എങ്ങനെ ഓർഡർ ഇങ്ങനെ തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ബീറ്റ 1 ആണെങ്കിൽ ഇത് ബീറ്റ 2, ഇത് ബീറ്റ 3, എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പ്രശ്നമില്ല. സോ ഇതെന്താണ് 3 ബീറ്റ കാർബൺസ് വരുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇതൊരു ടെർഷ്യറി ഹാലോ ആൽക്കൈൻ ആണ് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഭയങ്കര സിമ്പിൾ ആണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്താൽ തുടർന്നുള്ള എല്ലാ ചാപ്റ്ററിലും ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടില് പ്രിപ്പറേഷൻസ്, ഹാലോ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.